വെൽക്കം ഡിയർ സ്റ്റുഡൻസ്. അടുത്ത ചാപ്റ്റർ നമുക്ക് പഠിക്കാനുള്ള ഫിനാൻഷ്യൽ മാനേജ്മെൻ്റ് ആണ്. 9ാമത്തെ ചാപ്റ്ററാണ് ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ്. അപ്പോൾ നമുക്ക് ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് എന്താണെന്ന് നോക്കാം. അതിൽ ഫസ്റ്റ് നമുക്ക് നോക്കാനുള്ളത് എന്താണ് ബിസിനസ് ഫിനാൻസ് എന്നാണ്. എന്താ ബിസിനസ് ഫിനാൻസ് എന്ന് പറഞ്ഞാൽ, ഇപ്പം നമ്മൾ പറയാം നമ്മൾ ബിസിനസ്സാണ് പഠിക്കുന്നത്, നമുക്ക് എന്ത് ചെയ്യണം, ബിസിനസ് നടത്താൻ നമ്മളെ കയ്യിൽ എന്ത് വേണം, ക്യാഷ് വേണം അല്ലേ, പൈസ വേണ്ടേ? പൈസ ഇല്ലെങ്കിൽ ബിസിനസ് നടത്താൻ കഴിയുമോ? ഇല്ല, ഒന്നും നടത്താൻ കഴിയില്ല. അപ്പോൾ എന്താ ബിസിനസ് ഫിനാൻസ് എന്ന് പറഞ്ഞാൽ, ഒരു ബിസിനസ്സിൻ്റെ സുഗമമായ പ്രവർത്തനത്തിന് ആവശ്യമുള്ള പണത്തിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ബിസിനസ് ഫിനാൻസ് എന്ന് പറയുന്നത്. മനസ്സിലുണ്ട്? ഇപ്പോൾ ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് എന്ന് വാക്ക് തന്നെ നമുക്ക് മനസ്സിലാവും. ഫിനാൻസ് എന്ത് ചെയ്യുക, മാനേജ് ചെയ്യുക. അതാണ് ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ബിസിനസ് നല്ല രീതിയിൽ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ എന്ത് വേണം, പൈസ വേണം. അത് എന്ത് ചെയ്യും വേണം നമ്മൾ ആ പൈസ നല്ല രീതിയിൽ ഉപയോഗിക്കാനുള്ള കഴിവ് ഉണ്ടെന്നുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ആ പൈസ കിട്ടിയിട്ട് കാര്യമുള്ളൂ. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ഒരു ബിസിനസ്സിൻ്റെ സുഗമമായ പ്രവർത്തനം ആവശ്യമുള്ള പണത്തിനെ നമ്മൾ ബിസിനസ് ഫിനാൻസ് എന്ന് പറയാം. നമുക്ക് സാധാരണഗതിയിൽ പറയാം ഫിനാൻസ് ഈസ് ദ സോൾ ഓഫ് എനി ബിസിനസ് ഓർഗനൈസേഷൻ എന്ന്. ഫിനാൻസ് എന്ന് പറയുന്ന ബിസിനസ്സിന് എന്തായിട്ടാണ് കണക്കാക്കുന്നത്, സോളായിട്ടാണ് കണക്കാക്കുന്നത്. ഇനി നമുക്ക് ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് എന്താണെന്നൊന്ന് നോക്കാം. ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് ഈസ് കൺസേൺഡ് വിത്ത് ഒപ്റ്റിമൽ പ്രൊക്യൂർമെൻറ്റ് ആസ് വെൽ ആസ് യൂസേജ് ഓഫ് ഫിനാൻസ്. അങ്ങനെ പറഞ്ഞാൽ ഇപ്പം ഒരു ബിസിനസ് നല്ല രീതിയിൽ നടക്കണം അല്ലേ, അപ്പോൾ അതിനാവശ്യമായിട്ടുള്ള ഫിനാൻസ് എന്ത് ചെയ്യുക, പണം എന്ത് ചെയ്യുക, നല്ല രീതിയിൽ കളക്ട് ചെയ്യുക. നല്ല രീതിയിൽ നമ്മൾ എന്ത് ചെയ്യും, അത് എവിടെ നിന്നൊക്കെ എങ്ങനെയൊക്കെ വേണ്ടതെന്ന് നല്ല രീതിയിൽ കളക്ട് ചെയ്യുക. അതേപോലെ അത് നമ്മൾ കിട്ടിയ പൈസ നമ്മൾ എന്തും കൂടി ചെയ്യണം, നല്ല എഫിഷ്യൻ്റായിട്ട് നല്ല രീതിയിൽ കാര്യക്ഷമമായി യൂസ് ചെയ്യാനുള്ള ഒരു കഴിവും കൂടി നമുക്ക് ആവശ്യമാണ്. മനസ്സിലാവുണ്ടോ? അതിനെയാണ് നമ്മൾ ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. മനസ്സിലാവുണ്ടോ? ഒരു ബിസിനസ്സിന് ആവശ്യമുള്ള ധനം അല്ലെങ്കിൽ പണം എത്രയും നമ്മൾ എന്ത് ചെയ്യണം, ആദ്യം ബിസിനസ് നടത്തുമ്പോൾ നമുക്കൊരു ബിസിനസ് നടത്തി ഇത്ര ഫണ്ട് വേണം അല്ലെങ്കിൽ ഇത്ര പൈസ വേണം, നമ്മൾ കൃത്യമായിട്ട് ആദ്യം കണക്കാക്കണം. പിന്നെ നമ്മൾ എന്ത് ചെയ്യണം, ആ പൈസേനെ പറ്റിയിട്ട് നമ്മൾ ഒരു ധാരണയിൽ എത്തിക്കഴിഞ്ഞിട്ട് ഈ പൈസ എവിടെ നിന്ന് അല്ലേ, പൈസ നമുക്ക് എവിടെ നിന്ന് ഏറ്റവും ചിലവ് കുറഞ്ഞ രീതിയിൽ ലഭിക്കുമെന്ന് കണ്ടെത്തണം. മനസ്സിലാവുണ്ടോ? ആരിൽ നിന്ന് എങ്ങനെയൊക്കെ കിട്ടുമെന്ന് നമ്മൾ എന്ത് ചെയ്യണം, കണ്ടെത്തണം. പിന്നെ ഇനി നമ്മളെ കയ്യിൽ പൈസ കിട്ടിയെന്ന് വിചാരിക്കുക, ആ കിട്ടിയ പൈസ നമ്മൾ എന്ത് ചെയ്യണം, ഇങ്ങനെ ലഭിച്ച പണം ഏറ്റവും കാര്യക്ഷമമായി ഏറ്റവും നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്തുക. ഇതെല്ലാം കൂടി ചേർന്നതിനെയാണ് നമ്മൾ ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. മനസ്സിലാവുന്നുണ്ടോ? ഒന്നും കൂടി പറയാം. ഒരു ബിസിനസ്സിന് ആവശ്യമുള്ള ധനം എത്രയെന്ന് നമ്മൾ കൃത്യമായിട്ട് കണക്കാക്കണം. ആ ധനം എവിടെ നിന്ന് കിട്ടുമെന്നതിനെ പറ്റിയിട്ട് നമുക്കൊരു ഐഡിയ ഉണ്ടാവണം. ഇനി അങ്ങനെ ലഭിച്ചിട്ടുള്ള പൈസ നമ്മൾ എന്ത് ചെയ്യണം, കാര്യക്ഷമമായി ഉപയോഗിക്കുക. ഇങ്ങനെയുള്ള എല്ലാ ധർമ്മങ്ങളും അടങ്ങിയ പ്രവർത്തനമാണ് ഏതെന്ന് പറയുന്നത്, ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് അതിൻ്റെ ഡെഫിനിഷൻ നോക്കാം. ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റിൻ്റെ ഡെഫിനിഷൻ അതിൽ പറയുന്നത് ബിസിനസ്സിൽ ഉപയോഗിക്കുന്ന ഫണ്ടുകളുടെ ആസൂത്രണം, ശേഖരണം, ഉപയോഗം, നിയന്ത്രണം എന്നിവയെ സംബന്ധിക്കുന്ന പ്രവർത്തനമാണ് ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ്. ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് ഈസ് പ്ലാനിങ് ദ ഫണ്ട്സ് റിക്വയർഡ് ഫോർ ബിസിനസ് എൻ്റർപ്രൈസ്, കളക്ഷൻ ഓഫ് സച്ച് ഫണ്ട്, their utilization and control. അതിൽ പറയുന്നത് എന്താ, അപ്പം നമ്മൾ ബിസിനസ്സിൽ ഉപയോഗിക്കുന്ന പണമില്ലേ, ഫണ്ടുകളെ പറ്റിയിട്ട് നല്ല രീതിയിൽ പ്ലാൻ ചെയ്യുക. പിന്നെ അവ എന്ത് ചെയ്യണം, അവ നല്ല രീതിയിൽ ശേഖരിക്കുക, പിന്നെ അവ നല്ല രീതിയിൽ ഉപയോഗിക്കുക. പിന്നെ നമ്മൾ അവ എന്ത് ചെയ്യും വേണം, കൺട്രോൾ ചെയ്യും വേണം. അനാവശ്യമായിട്ട് പൈസ ദൂർത്തടിച്ച് കളയാൻ പാടില്ലല്ലോ, അപ്പോൾ അത് നല്ല രീതിയിൽ കൺട്രോൾ ചെയ്യുക. എന്നിവയെ സംബന്ധിച്ച പ്രവർത്തനമാണ് ഇതെന്ന് പറയുന്നത് ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ്, ധനകാര്യ മാനേജ്മെൻറ്റിൻ്റെ റോൾ ഓഫ് ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ്. അതൊക്കെ പോയിൻ്റ് ആയിട്ടാണ്. അത് നമുക്ക് ഏതൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് പോയിൻ്റ് പറയുന്നത് എന്താ, ബിസിനസ്സിന് ആവശ്യമുള്ള ധനം നമ്മൾ എന്ത് ചെയ്യുക, ബിസിനസ് നടത്താൻ ആവശ്യമുള്ള ധനം ഏറ്റവും കുറഞ്ഞ ചിലവിൽ എന്ത് ചെയ്യുക, സംഭരിക്കുക, കുറഞ്ഞ ചിലവിൽ കണ്ടുപിടിക്കുക. അതിനെയാണ് നമ്മൾ ഫിനാൻഷ്യൽ ഡിസിഷൻ എന്നൊക്കെ പറയാം നമുക്ക്. പ്രൊക്യൂർമെൻറ്റ് ഓഫ് മണി റിക്വയർഡ് ഫോർ എ ബിസിനസ് അറ്റ് എ ചീപ്പസ്റ്റ് റേറ്റ്, ഏറ്റവും ചിലവ് കുറഞ്ഞ രീതിയിൽ അത് കണ്ടുപിടിക്കുക. രണ്ടാമത്തതോ, സംഭരിക്കപ്പെട്ട ഈ പണം, നമ്മളെ കയ്യിൽ കിട്ടിയ പണം ഏറ്റവും
ലാഭക്ഷമതയിലും സുരക്ഷിത മാർഗത്തിലും നിക്ഷേപിക്കുക. നമ്മളെ കയ്യിൽ പൈസ കിട്ടിയില്ലേ, ആ കിട്ടിയ പൈസ നമ്മൾ എന്ത് ചെയ്യുക, നല്ല രീതിയിൽ നിക്ഷേപിക്കുക. അപ്പോൾ അവിടെ എന്താണെന്നും കൂടി ഓർത്ത് വയ്ക്കണം. ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ, അതൊക്കെ നമ്മളിനി പഠിക്കും. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഓർമ്മിപ്പിച്ചെന്നുള്ളൂ. അവിടെ ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷനാണ് പറയുന്നത്, അത് ഓർത്ത് വയ്ക്കുക. ഇൻവെസ്റ്റിംഗ് ദ മണി ഇൻ ദ സേഫസ്റ്റ് ആൻഡ് ദ മോസ്റ്റ് പ്രോഫിറ്റബിൾ മാനർ. മൂന്നാമത്തത് അനുയോജ്യമായ മൂലധന ഘടന നടപ്പിലാക്കുക. ക്യാപിറ്റലിൻ്റെ സ്ട്രക്ചർ തീരുമാനിക്കുക. അതിൽ പറയുന്നത് ഫോർമുലേറ്റ് എ സ്യൂട്ടബിൾ ക്യാപിറ്റൽ സ്ട്രക്ചർ ഫോർ ദി എൻ്റർപ്രൈസസ്. നാലാമത്തത് ഓഹരി ഉടമകൾക്ക് ന്യായമായ ലാഭവിഹിതം നൽകുക. ഷെയർ ഹോൾഡേഴ്സിന് നമ്മൾ എന്ത് കൊടുക്കണം, ലാഭവിഹിതം കൊടുക്കില്ലേ, അതിന് നമ്മൾ എന്താണെന്നാ പറയുക, ഡിവിഡൻഡ് എന്നാ പറയുക അല്ലേ. അപ്പോൾ ഡിവിഡൻഡ് ഡിസിഷൻ അതിൽ പറയുന്നത് എൻഷുറിങ് ഫെയർ പ്രോഫിറ്റ് ടു ദി ഷെയർ ഹോൾഡേഴ്സ്. ഓക്കെ, ഇനി നെക്സ്റ്റ് അഞ്ചാമത്തത് ബിസിനസ്സിൻ്റെ ഭാവിയിലേക്കുള്ള വികസനത്തിനും വളർച്ചയ്ക്കും വേണ്ടി പ്രവർത്തിക്കുക. ഇതൊക്കെ നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണ്, ബിസിനസ് വളരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് പോണത് അല്ലേ. ഫെസിലിറ്റേറ്റിംഗ് ദി എക്സ്പാൻഷൻ ആൻഡ് ഗ്രോത്ത് ഓഫ് ദി ബിസിനസ്. നെക്സ്റ്റ് ഇമ്പോർട്ടൻസ് ഓഫ് ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ്. ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റിൻ്റെ പ്രാധാന്യം അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ ചോദിക്കാം, നീഡ് ഫോർ ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ്, ആവശ്യകത എന്താണെന്ന് ചോദിക്കാം കേട്ടോ. അപ്പോൾ അതിൻ്റെ പോയിൻറ്റ്സൊക്കെ ഒന്ന് നോക്കാം. ഫസ്റ്റ് പോയിൻ്റ് പറയുന്നത് ബിസിനസ്സിന് ആവശ്യമായിട്ടുള്ള പണം ഏറ്റവും ചിലവ് കുറച്ച് നേടിയെടുക്കാൻ സഹായിക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. ഹെൽപ്സ് ടു പ്രൊക്യൂർ ദ ഫിനാൻസ് നീഡഡ് ഫോർ ദ ബിസിനസ് അറ്റ് ദ ചീപ്പസ്റ്റ് റേറ്റ്. അങ്ങനെ പറഞ്ഞാൽ എന്താ, നമുക്കൊരു ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകണം എന്നുണ്ടെങ്കിൽ നമ്മളെ കയ്യിൽ എന്ത് വേണം, പൈസ വേണം. പൈസ ഇല്ലാണ്ട് നമുക്കൊരു കാര്യം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. അപ്പോൾ ഒരു കമ്പനിയുടെ നട്ടെല്ല് എന്ന് പറയുന്നത് എന്താണ്, ആ കമ്പനിയുടെ ഫിനാൻസ് മാനേജ്മെൻ്റ് ആണ് അല്ലേ. അപ്പോൾ ഒരു നല്ല രീതിയിൽ ഫണ്ട് റേസ് ചെയ്യുക, അത് നേടിയെടുക്കാൻ ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. രണ്ടാമത്തത് ധനത്തിൻ്റെ വിവിധ ഉറവിടങ്ങൾ കണ്ടെത്തി എന്ത് ചെയ്യുക, അത് എന്നിട്ട് ധനം കണ്ടുപിടിച്ച് എന്ത് ചെയ്യണം, അത് വിവേകപൂർവ്വം ഉപയോഗിക്കുക. നമ്മൾ എന്ത് ചെയ്യുക, പല സോഴ്സുകളിൽ നിന്ന് നമ്മൾ ഫണ്ട് കളക്ട് ചെയ്യും, എന്നിട്ട് അത് എന്തും കൂടി ചെയ്യണം, അത് നല്ല രീതിയിൽ ഉപയോഗിക്കണം അല്ലേ. നമ്മൾ പണം കൈ കെട്ടിന്ന് വെച്ചിട്ട് അനാവശ്യ കാര്യങ്ങൾക്ക്, അത് ഇന്ന കാര്യങ്ങൾക്ക്, എല്ലാ കാര്യങ്ങൾക്കും നമുക്കത് എത്തിക്കിട്ടണം ആ പണം, അതാണ് അവിടെ പറയുന്നത്. അപ്പോൾ കളക്ട് ഫിനാൻസ് ഫ്രം ഡിഫറെൻറ്റ് സോഴ്സസ് ആൻഡ് യൂട്ടിലൈസ് ഇറ്റ് കറക്റ്റ്ലി. നമുക്ക് എന്ത് ചെയ്യണം, നമ്മളെ കിട്ടിയിട്ടുള്ള പൈസ നമുക്ക് എല്ലാ ആവശ്യങ്ങൾക്കും ഉപയോഗപ്പെടുത്താനും ഇത് സഹായിക്കുന്നുണ്ട്. മൂന്നാമത്തത് ധനപരമായ ആസൂത്രണത്തിന് സഹായിക്കുന്നു. ഹെൽപ്സ് ഇൻ ഫിനാൻഷ്യൽ പ്ലാനിങ്ങിനും വേണ്ടിയിട്ട് നല്ല രീതിയിലുള്ള പണപരമായ തീരുമാനങ്ങൾ എടുക്കാൻ സഹായിക്കുന്നുണ്ട്. നാലാമത്തത് ബിസിനസ്സിന്മേൽ ധനപരമായ നിയന്ത്രണം ചെലുത്തി ലാഭം വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്നു. നമ്മൾ പണം ഉപയോഗിക്കുന്നിടത്ത് മാത്രം ഉപയോഗിക്കുക, നമ്മൾ നല്ല കറക്റ്റായിട്ട് കൺട്രോൾ ചെയ്തിട്ട് നമ്മൾ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. എക്സസൈസ് മോണിറ്ററി കൺട്രോൾ ഓവർ ബിസിനസ് ആൻഡ് ഹെൽപ്പ് ടു ഇൻക്രീസ് പ്രോഫിറ്റ്. ഇനി നെക്സ്റ്റ് പോയിന്റ് പറയുന്നത് മികച്ച ധനപരമായ തീരുമാനങ്ങൾ എടുക്കാൻ സഹായിക്കുന്നു. ഹെൽപ്സ് ടു മേക്ക് സൗണ്ട് മോണിറ്ററി ഡിസിഷൻ. അങ്ങനെ പറഞ്ഞാൽ എന്താ, നല്ല തീരുമാനങ്ങൾ എടുക്കാൻ വേണ്ടിയിട്ട് ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ്, ധനപരമായ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ നമ്മൾ എപ്പോഴും സൂക്ഷിക്കണം അല്ലേ. ആ തീരുമാനങ്ങൾ എടുക്കാൻ വേണ്ടിയിട്ടും ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് ഓഹരി ഉടമകളുടെ സമ്പത്ത് വർദ്ധിക്കുക വഴി അത് എന്തിനേക്ക് നയിക്കുന്നുണ്ട്, രാജ്യത്തിൻ്റെയും സമൂഹത്തിൻ്റെയും സമ്പത്ത് വർദ്ധിപ്പിക്കുകയാണ് ചെയ്യുന്നത് അല്ലേ. സമ്പത്ത് വർദ്ധിക്കും. ഷെയർ ഹോൾഡേഴ്സ്, ഇപ്പോൾ നമ്മൾ ബിസിനസ്സുകാർ വളരുമ്പോൾ അത് രാജ്യത്തിനാണ് കൂടുതൽ ഉപയോഗപ്പെടുന്നത് അല്ലേ. അതാണ് അവിടെ പറയുന്നത്. ബൈ ഇൻക്രീസിങ് ദ വെൽത്ത് ഓഫ് ഷെയർ ഹോൾഡേഴ്സ് ഇറ്റ് ഹെൽപ്പ് ടു എൻഹാൻസ് ദ വെൽത്ത് ഓഫ് ദ സൊസൈറ്റി ആൻഡ് ദ കൺട്രി. നെക്സ്റ്റ് ഒബ്ജക്റ്റീവ്സ് ഓഫ് ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ്. ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റിൻ്റെ ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണെന്നാണ് നോക്കാനുള്ളത്. ഇതിൽ ഈ ഒബ്ജക്റ്റീവ്സിനെ പ്രധാനമായിട്ടും രണ്ടായിട്ടാണ് ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. ഇതിൽ ഫസ്റ്റ് വൺ വെൽത്ത് മാക്സിമൈസേഷനും രണ്ടാമത്തത് പ്രോഫിറ്റ് മാക്സിമൈസേഷനും. അപ്പോൾ ഫസ്റ്റ് ഏതാ, വെൽത്ത് മാക്സിമൈസേഷൻ എന്ന് പറഞ്ഞാൽ ദ പ്രൈമറി എയിം ഓഫ് ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് ഈസ് ടു മാക്സിമൈസ് ഷെയർ ഹോൾഡേഴ്സ് വെൽത്ത് വിച്ച് ഈസ് റെഫേർഡ് ടു ആസ് ദ വെൽത്ത് മാക്സിമൈസേഷൻ. അവിടെ പറയുന്നത് എന്താണ്, ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റിൻ്റെ പ്രധാനപ്പെട്ട അല്ലെങ്കിൽ പ്രൈമറി ആയിട്ടുള്ള എയിം എന്ന് പറയുന്നത് എന്താണ്, ഷെയർ ഹോൾഡേഴ്സിൻ്റെ വെൽത്ത് മാക്സിമൈസ് അല്ലെങ്കിൽ ഷെയർ ഹോൾഡേഴ്സിന് മാക്സിമം വെൽത്ത് ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. അവിടെ ഷെയർ ഹോൾഡേഴ്സിൻ്റെ വെൽത്ത് എന്ന് പറയുന്നത് എന്താണ്, നമ്പർ ഓഫ് ഷെയർസ് ഇൻറ്റു മാർക്കറ്റ് പ്രൈസ് ആണ്. മനസ്സിലാവുന്നുണ്ട്. ഷെയർ ഹോൾഡേഴ്സിൻ്റെ വെൽത്ത് എന്ന് പറയുന്നത് എന്താണ്, നമ്പർ ഓഫ് ഷെയർസ് ഇൻറ്റു മാർക്കറ്റ് പ്രൈസ്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണ്, അപ്പോൾ അവരുടെ കയ്യിൽ 100 ഷെയർ ഉണ്ടെന്ന് വിചാരിക്കുക.
ഒരു ഷെയറിന് 10 രൂപയാണ്. അപ്പോൾ എത്രയായി? 100 × 10 1000 ഷെയർ ഹോൾഡേഴ്സിൻ്റെ വെൽത്ത് എന്നതുകൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത്. മനസ്സിലാവുണ്ടോ? അപ്പോൾ അതിൽ പറയും മാർക്കറ്റ് പ്രൈസ് മാക്സിമം ആക്കുക. മാർക്കറ്റ് പ്രൈസ് മാക്സിമം ആക്കിക്കൊണ്ട് ഷെയർ ഹോൾഡേഴ്സിൻ്റെ വെൽത്ത് കൂട്ടുക എന്നാണ് ഇവിടെ പറയുന്നത്. ഇപ്പോൾ ആ 10 രൂപേൻ്റെ സ്ഥാനത്ത് ഇപ്പോൾ ഒരു ഷെയറിൻ്റെ വില 100 ആണെന്നുണ്ടെങ്കിൽ അപ്പോൾ എത്രയായി? 100 × 100 10,000 ആയി. അങ്ങനെ എന്ത് ചെയ്യുക? മാർക്കറ്റ് പ്രൈസ് ഇൻക്രീസ് ചെയ്തുകൊണ്ട് ഷെയറിൻ്റെ മാർക്കറ്റ് പ്രൈസ് ഇൻക്രീസ് ചെയ്തുകൊണ്ട് എന്ത് ചെയ്യുക? ഷെയർ ഹോൾഡേഴ്സിൻ്റെ വെൽത്ത് കൂട്ടുക എന്നുള്ളതാണ് എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? വെൽത്ത് മാക്സിമൈസേഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സെക്കൻഡ് ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് പ്രോഫിറ്റ് മാക്സിമൈസേഷൻ ആണ്. എന്താ പ്രോഫിറ്റ് മാക്സിമൈസേഷൻ എന്ന് പറഞ്ഞാൽ? അതിൽ പറയണത് മാക്സിമം പ്രോഫിറ്റ് ഈസ് ദ ഒബ്ജക്റ്റീവ് ഓഫ് എവറി ബിസിനസ്. സം ഫിനാൻഷ്യൽ എക്സ്പേർട്സ് ആർ ഓഫ് ദ വ്യൂ ദാറ്റ് ദ ഒബ്ജക്റ്റീവ്സ് ഓഫ് ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് ഷുഡ് ബി ടു മാക്സിമൈസ് പ്രോഫിറ്റ്. അതിൽ പറയണത് എന്താ? എല്ലാവരും ബിസിനസ് ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ട് തന്നെയാണ്? മാക്സിമം പ്രോഫിറ്റ് ഉണ്ടാക്കുക എന്നൊരു ലക്ഷ്യം മനസ്സിൽ വെച്ചിട്ട് തന്നെയാണ് എല്ലാവരും ബിസിനസ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? ഈ ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റിൻ്റെയും പ്രധാനപ്പെട്ട ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞത് എന്ത് തന്നെയാവണം? പ്രോഫിറ്റ് മാക്സിമൈസേഷൻ അല്ലേ? പ്രോഫിറ്റ് മാക്സിമൈസേഷൻ എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ നമ്മളെ കയ്യിൽ മാക്സിമം പ്രോഫിറ്റ് ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള പ്രോഫിറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ബിസിനസ്സിലുണ്ടാവുന്ന പലതരത്തിലുള്ള എക്സ്പെൻസസ് മീറ്റ് ചെയ്യാനും, അതേപോലെ തന്നെ ഷെയർ ഹോൾഡേഴ്സ് അല്ലേ, ഷെയർ ഹോൾഡേഴ്സിന് നമുക്ക് ഡിവിഡൻഡ് കൊടുക്കണേ, അതിനൊക്കെ നമ്മളെ കയ്യിൽ എന്ത് വേണം? പ്രോഫിറ്റ് വേണം. ഇനി ബിസിനസ് നമ്മൾ ഒന്നുകൂടി നന്നാക്കണം അല്ലേ, ഒന്ന് മോഡിഫിക്കേഷൻ നടത്തണം, അല്ലെങ്കിൽ ഒരു എക്സ്പാൻഷൻ, ഇതിനൊക്കെ നമ്മളെ കയ്യിൽ എന്ത് തന്നെ വേണം? നമുക്ക് വിചാരിക്കുന്ന രീതിയിലുള്ള പ്രോഫിറ്റ് ഉണ്ടാവണം. അപ്പോൾ ഈ പ്രോഫിറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ പ്രധാനപ്പെട്ട ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നതും എന്ത് തന്നെയായിരിക്കണം? പ്രോഫിറ്റ് മാക്സിമൈസേഷൻ എന്നുള്ളത് തന്നെ ആയിരിക്കണം.